അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ പ്ലഗിൻ്റെ ക്യാപ്പിലൊക്കെ ഓയിൽ ഫില്ലായിരിക്കുന്നത്. കണ്ട കംപ്ലീറ്റ് ആവശ്യമില്ലാത്ത ഗ്യാസ്കറ്റൊക്കെ കയറ്റി സർവീസ് സെൻറ്ററിൽ നിന്ന് ചെയ്യുന്ന പണിയാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഡിസ്കവർ 100 DTSi എൻജിൻ വരുന്ന വണ്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ് ഈ സ്പാർക്ക് പ്ലഗ്. അതായത് DTSi സ്പാർക്ക് പ്ലഗിൻ്റെ സ്ലീവിൽ നിന്ന് ഓയിൽ ലീക്ക് ആവുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ട ഓയിൽ ലീക്ക് ആവുന്നുണ്ട്. ഇത് കോമൺ ആണ് ഈ DTSi വരുന്ന എൻജിനിലൊക്കെ. ഈ പറയുന്ന പോലെ ടൈമിംഗ് ചെയിന് റൈറ്റ് സൈഡിലാണ് വരുന്നത്, ക്ലച്ചിൻ്റെ സൈഡിൽ. അപ്പോൾ ഇവിടെ അവരൊരു സ്ലീവ് കൊടുത്തിട്ടാണ് പ്ലഗ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്ലീവിൻ്റെ ഇടയ്ക്കുള്ള ഓറിങ് ഫെയിലായിട്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഓയിൽ ലീക്കാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ പ്ലഗിൻ്റെ ക്യാപ്പിലൊക്കെ ഓയിൽ ഫില്ലായിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഉള്ളിലേക്ക് നോക്കിയാൽ തന്നെ ഈ സ്ലീവ് ഫുൾ ഓയിൽ ഫില്ല് ചെയ്ത് നിൽക്കുന്നതാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 ഓറിങ് വരും. ഒന്ന് ഈ പൈപ്പിൻ്റെ മുകളിൽ ഔട്ട് സൈഡിലൊരു ഓറിങ് വരും, ഉള്ളിലൊരു ചെറിയ ഓറിങ് വരും. ആ 2 ഓറിങ് ഫെയിലാവുന്നതുകൊണ്ട് ആയിരിക്കാം ഇതിങ്ങനെ വരുന്നത്. കാരണം ഇവിടെ ഈ ഹെഡ് ഏരിയ ആയതുകൊണ്ട്, ഹൈ ടെമ്പറേച്ചറുള്ള ഏരിയ ആയതുകൊണ്ട് റബ്ബർ ഓറിങ്സ് പെട്ടെന്ന് ഫെയിലാവും. അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലോക്കൽ ഓറിങ്, അതായത് ഇതുപോലുള്ള ഓറിങ് വാങ്ങാൻ കിട്ടും. ലോക്കൽ ഓറിങ് ഇതെന്ന് പറഞ്ഞാൽ റബ്ബറും കാർബണും കൊണ്ടുണ്ടാക്കുന്ന ഓറിങ്ങാണ്. ഇത് ഇടുകയാണെങ്കിലും ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാതെ പെട്ടെന്ന് ഫെയിലാവും. അതുകൊണ്ട് എപ്പോഴും ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി കമ്പനി പാർട്സ് യൂസ് ചെയ്യുക. ഇവിടെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ബജാജിൻ്റെ ഒറിജിനൽ OEM ഓറിങ്. ഇത് ഫുള്ളി പ്യൂർ സിലിക്കോണും റബ്ബറും കൂടെ ചേർത്തുണ്ടാക്കിയതാണ്. ഇത് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് മാറുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഇതിൻ്റെ അകത്തെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ഊരിയെടുക്കാം. ഈ ബൈക്കിൻ്റെ കൂടെ കിട്ടുന്ന സ്പാർക്ക് പ്ലഗ് അഡാപ്റ്റർ വെച്ചിട്ട് നമുക്കതങ്ങ് ഊരിയെടുക്കാം. ഓവർ ടൈറ്റായിരുന്നു. നമ്മുടെ അലൂമിനിയം എൻജിനിൽ ഇങ്ങനെ സ്പാർക്ക് പ്ലഗ് ഓവർ ടൈറ്റ് ചെയ്ത് വെക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഈ പതുക്കെ ഈ പ്ലഗ് അങ്ങ് റിമൂവ് ചെയ്യുക. ഒരു ചെറിയ നോസ് സ്പെയർ കൊണ്ട് പിടിച്ചിങ്ങ് എടുത്താലും മതി. ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ പിടികിട്ടും, കണ്ട പ്ലഗ് കംപ്ലീറ്റ് ആയിട്ട് ഓയിലിൽ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഇഷ്യൂ വന്നിട്ട് മിസ്ഫയർ ചെയ്യുക, പ്ലഗ് ഫ്യൂസായി പോവാം. ആദ്യം ചെയ്യേണ്ട ഈ ഓയിലൊന്ന് തുടച്ച് കളയുക. ഇതിൻ്റെ അകത്ത് കെട്ടി നിൽക്കുന്ന ഓയിൽ ഒരു തുണിയും ഒരു സ്ക്രൂ ഡ്രൈവറും കൊണ്ട്, നല്ലൊരു തുണി കൊണ്ട് അതങ്ങ് തുടച്ചെടുക്കുക. അകത്ത് കെട്ടിക്കിടന്ന ഓയിൽ കംപ്ലീറ്റ് ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുത്തായിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 2.5ൻ്റെ അലങ്കി കൊണ്ടിട്ട് അലങ്കി എടുത്തിട്ട് ഈ താഴെയുള്ള ഈ നട്ട് ലൂസാക്കി എടുക്കുക. അത് ചില മെക്കാനിക്സ് അത് ടൈറ്റായിട്ട് സ്ക്രൂ ചെയ്ത് വയ്ക്കും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ പറയും പോലെ ഈ എൻജിനൊക്കെ എന്ന് പറഞ്ഞാൽ അലൂമിനിയം എൻജിനാണ്. അലൂമിനിയം എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് മെറ്റലാണല്ലോ. അപ്പോൾ അതിൽ ഈ നമ്മൾ ഇരുമ്പ് കൊണ്ടുള്ള നട്ട് അതൊക്കെ ടൈറ്റ് ചെയ്യുമ്പം ഒരു മിനിമം ടോർക്കിൽ ടൈറ്റ് ചെയ്യാവൂ. അല്ലെങ്കിൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ അലൂമിനിയം ത്രെഡ്സൊക്കെ പെട്ടെന്ന് കേടായി പോവും. അതുകൊണ്ട് എപ്പോഴും പ്ലഗും ഇങ്ങനെയുള്ള നട്ട്സും ഒക്കെ ലൈറ്റ് ഹാൻഡ് കൊണ്ട് നൈസായിട്ട് ടോർക്ക് ചെയ്യുക. പതുക്കെ ഇതിനങ്ങ് ഊരിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ നട്ട്. സോ കീപ്പ് ഇറ്റ് സേഫ്. ഇത് ചെറിയൊരു നട്ടായതുകൊണ്ട് എവിടെയെങ്കിലും സേഫായ രീതിയിൽ വയ്ക്കുക. അതിന് ശേഷം ഇത് പെട്ടെന്ന് വരത്തില്ല, നമുക്ക് വലിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഒരു തുണി വെച്ചിട്ട് ഒരു പ്ലെയർ കൊണ്ട് പതുക്കെ വലിച്ചെടുക്കുക. കണ്ട കംപ്ലീറ്റ് ആവശ്യമില്ലാത്ത ഗ്യാസ്കറ്റൊക്കെ കയറ്റി സർവീസ് സെൻറ്ററിൽ നിന്ന് ചെയ്യുന്ന പണിയാണ്. കണ്ട ഈ ഗ്യാസ്കറ്റൊന്നും ഒരിക്കലും ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പം പുള്ളിക്കാരൻ
കമ്പനി സർവീസിന് കൊടുത്തിട്ട് അവരുടെ അടുത്ത് ഈ ഓയിൽ ലീക്കിൻ്റെ ഇഷ്യൂ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇത് കംപ്ലീറ്റ് അവർ ഗ്യാസ് കെട്ട് തേച്ച്, അതായത് പഴയത് സർവീസ് ചെയ്ത ടെക്നീഷ്യൻ ആരോ ആണ്. ഇതിൻ്റെ ഓണർ അവിടെ കംപ്ലയിൻറ്റ് ചെയ്തപ്പം പുള്ളി എന്തു ചെയ്ത് ഓറിങ് മാറ്റാതെ ഇത് ഊരിയിട്ട് കംപ്ലീറ്റ് ഗ്യാസ് കെട്ട് തേച്ച് കണ്ട വൃത്തികേടാക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇനിയിപ്പം ക്ലീൻ ചെയ്യാതെ ഇനിയിപ്പോൾ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മാത്രം എൻജിൻ്റെ അകത്ത് പോയാൽ ഓയിൽ വെയിറ്റ് മിക്സ് ചെയ്ത് പ്രോബ്ലംസ് ഉണ്ടാക്കും. കണ്ട ഇപ്പോൾ ഈ ഹെഡിൻ്റെ ആ ഉള്ളിൽ തന്നെ അതൊക്കെ എയറായിട്ടിരിപ്പുണ്ട്. ദയവ് ഇതിങ്ങനെ ചെയ്യല്, പ്രോപ്പറായിട്ടുള്ള ഓറിങ് മേടിച്ച് തന്നെ മാറ്റണം. കണ്ട അതൊക്കെ ഇനി ക്ലീൻ ചെയ്ത് ഇനി എന്ത് പാടാണെന്നറിയോ. കണ്ട ആ 2 ഓറിങ് മാറ്റിയാൽ മതി, ഈ ഇഷ്യൂ അങ്ങ് സോൾവ് ആവും. അത് മാറ്റാതെ അവർ ഈ ആവശ്യമില്ലാത്ത ഈ ഗ്യാസ്കറ്റ് സീലൻ്റ് മേടിച്ചിട്ട് കണ്ട ഈ 4 സ്ട്രോക്ക് എൻജിനിൽ ഗ്യാസ്കറ്റ് സീലൻ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പ്രോപ്പറായിട്ടുള്ള ഗ്യാസ്കറ്റും ഓറിങ്സും യൂസ് ചെയ്താൽ മതി. ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് പതുക്കെ ഇത് ക്ലീൻ ചെയ്തിട്ട് വരാം ഞാൻ. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാനത് അപ്പം നേരത്തെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, നേരത്തെ ഈ എൻജിനിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻ ഈ ഓയിൽ സീല് മാറാതെ എന്തൊറ്റെന്ന് പറഞ്ഞാൽ ഗ്യാസ്കറ്റ് സീലൻ്റ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് എടുത്ത് പുരട്ടി കുളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യല്ലേ, കാരണം അത് എൻജിൻ ഓയിലുമായിട്ട് മിക്സായി അത് വേറെ ഇഷ്യൂ ഉണ്ടാവും എൻജിൻ്റെ അകത്ത് പോയിട്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഓറിങ് മാറണമെങ്കിൽ ഓറിങ് തന്നെ മാറുക. അതും ഒറിജിനൽ OEM ഓറിങ്, അത് വളരെ ചീപ്പാണ്, അത് മാറുക. അല്ലാതെ ഗ്യാസ്കറ്റ് സീലിന് പകരം പേസ്റ്റ് എടുത്ത് വരിക, അത്രയും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. ഇവിടെയൊക്കെ ഇരിക്കുവാണ്. ഇനിയിപ്പം അതൊക്കെ ചുരണ്ടി ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ട് വരാം. ക്ലീൻ ചെയ്ത് കളയാന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. വേണ്ട ഈ ഗ്യാസ്കറ്റ് പേസ്റ്റ് എൻജിൻ്റെ ഉള്ളിൽ പോയിട്ട് ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ക്ലച്ചിൻ്റെ ഇടയ്ക്കൊക്കെ കയറി കഴിഞ്ഞാൽ ക്ലച്ച് ഫ്രിക്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല, ചിലപ്പോൾ അത് ജാമാവുകയും ചെയ്യും. അത് എൻജിന് കേടാണ്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ എളുപ്പത്തിലുള്ള ജോലി ചെയ്യാതെ കറക്റ്റായിട്ടുള്ള പാർട്സ് മേടിച്ച് തന്നെ മാറുക. ഒരുവിധം ക്ലീനായി, ഇനി ഓയിലും കൂടെ ഡ്രെയിൻ ചെയ്താലേ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആവത്തുള്ളൂ. ഓയിൽ സീൽ അല്ലാതെ നമ്മുടെ ഈ ടൈമിംഗ് ചെയിൻ ഇതുവഴി പോകണതുകൊണ്ട് ടൈമിംഗ് ചെയിനിന് കംപ്ലയിൻറ്റ് വന്ന് ടൈമിംഗ് ചെയിൻ ലൂസായാലും ടൈമിംഗ് ചെയിൻ വന്ന ഈ പൈപ്പിൽ ഇടിച്ചിട്ട് ഹോൾ വീഴും. അങ്ങനെയും ഓയിൽ ലീക്ക് ഉണ്ടാവാം. അപ്പം നിങ്ങൾ ഈ DTSi വരുന്ന എൻജിനുള്ള ബൈക്ക് ഉണ്ടല്ലോ, അതായത് ഡിസ്കവർ, പ്ലാറ്റിന, പൾസർ സീരീസ്, ഈവൻ പൾസർ 200 NS വരെ ഈ ഒരു എൻജിൻ ആർക്കിടെക്ചറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ DTSi സൈഡിലുള്ള സ്പാർക്ക് പ്ലഗ്, അതായത് റൈറ്റ് സൈഡിലുള്ള സ്പാർക്ക് പ്ലഗ് ഈ ക്യാപ്പ് ഒന്ന് ഇളക്കി നോക്കുക, അതിൽ ഓയിൽ ലീക്ക് ഉണ്ടോ. അങ്ങനെയാണെങ്കിൽ ആ 2 ഓറിങ് അങ്ങ് മാറിയാൽ മതി. ഓക്കെ. ഇതിനകത്തുള്ള ഗ്യാസ്കറ്റ് പോയിട്ടില്ല, പാടാണ് അത് പോവാൻ, കാരണം കംപ്ലീറ്റ് ഒട്ടിച്ച്. ദയവ് ഇതിങ്ങനെ ചെയ്യില്ല എൻജിനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ആവശ്യത്തിന് യൂസ് ചെയ്യുക. കണ്ട ഗായ്സ്, ഇനി നമുക്ക് ഫെയിലായിട്ടുള്ള ഓറിങ്സിനെ റിമൂവ് ചെയ്യാം. ആദ്യം നമുക്ക് ഔട്ടർ ഓറിങ്ങിനെ റിമൂവ് ചെയ്യാം. അതിനിങ്ങനെ ഒരു പിക്കർ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അത് ഊരിങ്ങി വരും. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് പേഷ്യൻസ് ആവശ്യമായ ഒരു ജോലിയാണ്, പെട്ടെന്ന് വരത്തില്ല. അത് കാരണം എൻജിൻ്റെ ഉള്ളിൽ ആ ഓറിങ് വീഴാത്ത രീതിയിൽ പതുക്കെ ആ ഒരു പിക്കർ വെച്ചിട്ട് പിടിച്ചിങ്ങ് എടുക്കുക. കണ്ട ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അത് ഊരിങ്ങി വരും. ആ ഗ്യാസ്കറ്റിൽ തന്നെ ഈ ഗ്യാസ്കറ്റ് ഹാർഡായി കണ്ട. ഇനി അകത്ത ഗ്യാസ്കറ്റ് ഇളക്കണം. അത് കുറച്ച് ട്രിക്കിയാണ്. ജസ്റ്റ് ഇങ്ങനെ തിന്നായിട്ടുള്ള എന്തെങ്കിലും ഫോർസെപ്സോ ഈ പറയും പോലെ ചെറിയ സൂചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടിട്ട് അത് ഉള്ളിലായിരിക്കുന്നത് കണ്ട, അവിടെ നിന്ന് ജസ്റ്റ് പുഷ് ചെയ്തിങ്ങ് എടുത്താൽ മതി. കുറച്ച് പാടാണ്, ട്രിക്കിയാണ്, പക്ഷേ കുറച്ച് സമയം എടുത്തിട്ട് അത് പതുക്കെ ഇളക്കിയെടുക്കുക. എന്തെങ്കിലും നീളമുള്ളതിട്ട് ചെയ്യുക. ചെറുതെന്തെങ്കിലും ചെറിയ പിന്നെന്തെങ്കിലും വെച്ച് നമ്മൾ പുഷ് ചെയ്താൽ അത് എൻജിൻ്റെ ഉള്ളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പം ഇതുപോലെ എന്തെങ്കിലും വച്ചിട്ട് പതുക്കെ പുഷ് ചെയ്ത് അതിന് ആ ഗ്രൂവിൽ നിന്ന് റിലീസ് ചെയ്യുക. പേഷ്യൻസ് വേണം, പെട്ടെന്ന് നടക്കില്ല. പതുക്കെ പേഷ്യൻസ് വേണം.
കുറച്ച് സ്ട്രഗിളുണ്ട്. എന്നിട്ടാണ് ആ സാധനം ഞാൻ പതുക്കെ വെളിയിലോട്ട് എടുത്തത്. എന്നിട്ടൊരു ഫോഴ്സപ്പ് വെച്ച് പെട്ടെന്നൊന്നും വരത്തില്ല. കണ്ടോ, അതവിടെ ആ ജെല്ലായിപ്പോയി. ഇതാ ഉള്ളിലത്തെ ഓറിങ് കണ്ടോ, ഇത് ഭയങ്കര ബ്രിട്ടിലായിപ്പോയി. തൊടുമ്പം തട്ടും പൊട്ടിപ്പോകുന്നു വലിയാതെ. അപ്പോൾ ഇത് കാരണം ആ ഉള്ളിൽ നിന്നുള്ള ഓയിൽ ലീക്ക് നമ്മുടെ ആ സ്പാർക്ക് പ്ലഗ് സ്ലീവിൻ്റെ അകത്ത് ഇറങ്ങുന്ന. അപ്പം ജസ്റ്റ് ഈ ഒരു 2 ഓറിങ് മാറിയാൽ മതി. അതിന് പകരം ആ മുമ്പത്തെ ടെക്നീഷ്യൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിന് പകരം എന്ത് ചെയ്തു, പുള്ളി ജസ്റ്റ് ഒന്ന് ഇത് ഊരി എടുത്തിട്ട് കുറേ ഗ്യാസ്കറ്റ് അതിൽ പുരട്ടിയിട്ട് തിരിച്ചെടുത്ത് കയറ്റി. കുറച്ച് ഓടിയപ്പോൾ എന്ത് ചെയ്തു, ആ ഓയിൽ വീണ്ടും കയറി വീണ്ടും ലീക്കായി പഴയ ഇഷ്യൂ തന്നെ വീണ്ടും വന്നു. അപ്പം നമുക്ക് ഇനി സമയം കളയണ്ട, നേരെ അങ്ങ് അകത്തെ ഓറിങ്ങും മാറി പുറത്തേക്ക് മാറി പഴയതൊലാക്കാം. സോ ഇതാണ് പുറത്തെ ഓറിങ്. ഇതിൻ്റെ പാർട്ട് നമ്പറാണിത്. അതിന് വെറും 16 രൂപയേ ഉള്ളൂ. അപ്പം എപ്പോഴും ഒറിജിനൽ OEM ഓറിങ്ങും പാർട്സും തന്നെ മേടിക്കുക. കാരണം ഇത് പ്യുവർ സിലിക്കോൺ കൊണ്ട് ഉണ്ടാക്കിയ റബ്ബറൈസ്ഡ് സാധനമാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യും. ഒരു 4-5 കൊല്ലം സുഖമായിട്ട് ഓടും. നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റിൽ പോയിട്ട് ഇതുപോലത്തുള്ള ഓറിങ്സ് മേടിക്കാൻ കിട്ടും. ഇത് മേടിച്ചിട്ടാൽ ഒരു വർഷം കഷ്ടിച്ച് ഓടത്തേ ഉള്ളൂ. ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യത്തില്ല. ഇത് കാർബണുള്ള റബ്ബറാണ്. അപ്പം ഓൾവേസ് യൂസ് OEM പാർട്സ്. എന്നിട്ട് ഒന്ന് തുടച്ചിട്ട് നമുക്ക് ഓറിങ് ഇടാം. പുതിയ ഓറിങ് ഇടുന്നതിന് മുമ്പേ ചെറുതായിട്ട് അതിലൊന്ന് ലൂബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളിൽ പോകാതിരിക്കാൻ വേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നേരെ പ്രസ് ചെയ്ത് ഉള്ളിൽ കയറ്റി കൊടുക്കുക. ഉള്ളിൽ പോകാതെ നോക്കണം. ഓറിങ്ങനെ ഹോൾഡ് ചെയ്ത് ആ ഗ്രൂവിലോട്ട് ഗൈഡ് ചെയ്തിട്ട് പതുക്കെ വേറൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പുഷ് ചെയ്ത് ആ ഗ്രൂവിലിട്ട് കൊടുക്കുക. ഫൈനലി നമ്മൾ അതിനെ പുഷ് ചെയ്തിട്ടു. ചെറിയ ഓറിങ് ഉള്ളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു നീളമുള്ള സ്ക്രൂ ഡ്രൈവർ വെച്ച് അതിനെ നടുക്കൂടെ ഹോൾഡ് ചെയ്തിട്ട് വേണം പതുക്കെ വേറൊരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് അതിനെ പുഷ് ചെയ്ത് ഉള്ളിലുള്ള ആ ഗ്രൂവിൽ ഇറക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ട്രിക്കിയാണ്, പേഷ്യൻസ് വേണം. പിന്നെ അറിയാമല്ലോ, മെക്കാനിക്കൽ വർക്കെല്ലാം പേഷ്യൻസ് വേണം. നമ്മൾ വെപ്രാളം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ പുറത്തുള്ളത് ഇടാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ ഇടുന്നതിന് മുമ്പേ ഓറിങ്ങിൽ നല്ലവണ്ണം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അത് കയറ്റുക. ഇനി നമുക്ക് പുറത്തുള്ള ഇടാം. പുറത്തുള്ളത് ഒരു സ്ട്രഗിളും ഇല്ല, പെട്ടെന്ന് ഇടാം. ഇതിൻ്റെ പാർട്ട് നമ്പർ ഇതാണ്. ബഗേജ് ഇതാണ് പുറത്തുള്ള ഓറിങ്. ഇത് ഇങ്ങനെയുള്ള ആർക്കിടെക്ചറുള്ള എൻജിൻ സെയിമാണ്. ഡിസ്കവർ, പ്ലാറ്റിന, ഡിസ്കവർ 125, ഡിസ്കവർ സീരീസ് എല്ലാം, പ്ലാറ്റിന സീരീസ്, പൾസർ 200 NS വരെ ഈ സെയിം എൻജിൻ ആർക്കിടെക്ചറാണ് ബജാജ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതാ ഈ പുറത്തുള്ള ഓറിങ്ങും ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ആ ഗ്രൂവിലോട്ട് ഇട്ട് പുഷ് ചെയ്ത് കൊടുത്താൽ മതി, അതവിടെ സീറ്റിംഗ് ആവും. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 2 ഓറിങ്ങും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ പ്ലഗ് യൂസ് ചെയ്യുന്നില്ല. ഇത് കാരണം കുറേ കാലമായി. കുഴപ്പമില്ല, എന്നാലും നമ്മൾ പുതിയ പ്ലഗ് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയ പൈപ്പാണിത്. ഉണ്ട് ആ ഗ്യാസ്കറ്റ് മെറ്റീരിയലെല്ലാം ഞാൻ തിന്നർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തായിരുന്നു. പിന്നെ നമുക്കിത് നേരെ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ നമ്മളിവിടെ നട്ടിട്ട ഒരു മാർക്ക് ഇവിടെ കാണും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ആ മാർക്ക് അലൈൻ ചെയ്ത് ഇടുക. ആ മാർക്ക് അലൈൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ ഇതങ്ങകത്ത് പോകും. മനസ്സിലായോ? ജസ്റ്റ് ആണെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ടാപ്പ് ചെയ്യാം. ഹാർഡായിട്ടുള്ള ഒരു ചുറ്റികയോ മാലറ്റോ കൊണ്ട് ടാപ്പ് ചെയ്യല്. ജസ്റ്റ് ഒരു സോഫ്റ്റ് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് ടാപ്പ് ചെയ്ത് അതിനെ സീറ്റിംഗ് ആക്കുക. സീറ്റിംഗ് ആക്കിയ ശേഷം ആ ഒരു നട്ടുണ്ടല്ലോ, ആ ഒരു നട്ടിട്ട് അധികം ടൈറ്റൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. പതുക്കെ മുറുക്കുക.
ചെറിയതായിട്ടൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. വേറെ ടൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് പ്ലഗ് കറക്റ്റായിട്ട് ആ ഗ്രൂവിലിട്ട് അങ്ങ് മുറുക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സോ ഗൈസ്, ഇതാണ് പ്രോസസ്സ്. നമുക്ക് സ്പാർക്ക് പ്ലഗിൽ നിന്നുള്ള ഓയിൽ ലീക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്രോസസ്സ്. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. 2 ഗ്യാസ്കറ്റ് അങ്ങ് മാറിയാൽ മതി. പിന്നെ ഈ സ്പാർക്ക് പ്ലഗ് മുറുക്കുമ്പോൾ അധികം ടൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. റൈറ്റ് ഹാൻഡ് കൊണ്ട് ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. കാരണം അത് അലൂമിനിയമാണ്. നിങ്ങളവിടെ അപ്പോൾ അവിടെ നിങ്ങളെ സ്ട്രെങ്ത് കാണിക്കാൻ പോയാൽ പ്ലഗിൻ്റെ ത്രെഡ് പോവും, പിന്നെ പണിയാണ്. ഇനി ഹോപ്പ്ഫുള്ളി ഓയിൽ ലീക്കൊന്നും വരത്തില്ല. ഇതൊരു കോമൺ ഇഷ്യൂ ആണ് ഈ ബജാജിൻ്റെ ഡിസ്കവർ സീരീസ്, പൾസർ സീരീസ്, 200 NS ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ. ഇതൊരു കോമൺ ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പ്ലഗിൻ്റെ ഈ ഒരു അഡാപ്റ്റർ ഊരി ചെക്ക് ചെയ്ത് നോക്കുന്ന നല്ലതായിരിക്കും. ഓക്കെ ഗൈസ്, സോ ഫൈനലി നമ്മളത് ഫിക്സ് ചെയ്തായിരുന്നു. എപ്പോഴും OEM ആ ഓറിങ്സ് യൂസ് ചെയ്യുക, ആഫ്റ്റർ മാർക്കറ്റ് ഓറിങ്സ് യൂസ് ചെയ്യില്ല. കാരണം ഇതിൽ കാർബൺ വരും. ഹെഡിലായതുകൊണ്ട് സിലിക്കോൺ കണ്ടൻറ്റ്, പ്യൂറായിട്ടുള്ള സിലിക്കോൺ മെറ്റീരിയൽ കൊണ്ട് യൂസ് ചെയ്ത ഓറിങ്സ് വേണം യൂസ് ചെയ്യാൻ. അത് ബജാജിൻ്റെ ഷോറൂമിൽ കിട്ടും. അത് മേടിച്ച് മാറുക. 2 ഓറിങ് ഉണ്ട്, ചെറുതും വലുതും. നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അങ്ങനെ സീ യു ഓൺ സം അതർ വീഡിയോ ഗൈസ്. ദിസ് ഇസ് മിഥുൻ സെയിങ് ബൈ. സോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഫൈനലി. Success. Thank you for watching guys. Bye.